അടുത്തിടെ എല്ലാവരും പറയുന്നത് ആപ്പിൾ സൈഡർ വിനീഗർ അതിശയകരമാണെന്നും ഇതിന് പല ഹെൽത്ത് ബെനിഫിറ്റ്സും ഉണ്ടെന്നും. മിക്ക ആൾക്കാരുടെയും മോർണിംഗ് റൂട്ടീൻ നോക്കിക്കഴിഞ്ഞാൽ അവർ ആപ്പിൾ സൈഡർ വിനീഗർ കുടിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു എല്ലാവരും ഇതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് എൻജോയ് ചെയ്യുന്നുണ്ടെന്ന്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ പോകുന്നത് ശരിക്കും എന്താണ് ആപ്പിൾ സൈഡർ വിനീഗർ, ഇതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, ഇത് എത്രത്തോളം സേഫാണ്, ഇതിൻ്റെ സൈഡ് എഫക്ട്സ് എന്തൊക്കെയാണ്, ഇത് എങ്ങനെയാണ് ഒരു നല്ല ആപ്പിൾ സൈഡർ വിനീഗർ തിരഞ്ഞെടുക്കേണ്ടത്, പിന്നെ കുറച്ച് നല്ല ആപ്പിൾ സൈഡർ വിനീഗർ റെസിപ്പീസ്. എൻ്റെ പേര് അശ്വതി വിശാൽ ആൻഡ് വെൽക്കം ടു മൈ ചാനൽ. എന്താണ് ആപ്പിൾ സൈഡർ വിനീഗർ? ആപ്പിൾ സൈഡർ വിനീഗറിന് ഷോർട്ടായിട്ട് ACV എന്ന് വിളിക്കാം. ACV 55 BC-യിലാണ് റോമൻസ് ആണ് ഇൻവെന്റ് ചെയ്തത്. ACV അല്ല, ആപ്പിൾ സൈഡർ എന്ന് പേരുള്ള ഒരു മദ്യം. അവർ ആൽക്കഹോൾ ആണ് ആദ്യം കണ്ടുപിടിച്ചത്. ക്രഷ് ചെയ്ത ആപ്പിളിന് ഈസ്റ്റ് എന്നൊരു ഫംഗസ് കൂടി ചേർക്കുമ്പോൾ ഉണ്ടാവുന്നതാണ് ആൽക്കഹോൾ. ഈ ഒരു ആൽക്കഹോളിനെ പുറമേ നിന്നിട്ടൊരു ബാക്ടീരിയ കൾച്ചർ ഇടുമ്പോൾ ഉണ്ടാവുന്നതാണ് ആപ്പിൾ സൈഡർ വിനെഗർ അല്ലെങ്കിൽ അസറ്റിക് ആസിഡ്. ഇതാണ് ശരിക്കും ഒരു 2 സ്റ്റെപ്പ് ഫെർമെന്റേഷൻ കഴിഞ്ഞിട്ട് കിട്ടുന്ന ആപ്പിൾ സൈഡർ വിനിഗർ. പോപ്പുലർ ആയിട്ടുള്ള ഹെൽത്ത് ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? മെയിൻലി ഞാൻ കണ്ടുപിടിച്ചത് 3 ഹെൽത്ത് ബെനിഫിറ്റ്സ് ആണ് ഇതിൽ ശരിക്കും ഉള്ളത്. ഒന്നാമത്തേത് വെയിറ്റ് ലോസ്. വെയിറ്റ് ലോസിന് എങ്ങനെയാണ് ഈ ആപ്പിൾ സൈഡർ വിനെഗർ ഹെൽപ്പ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ വിശപ്പ് എങ്ങനെയാണ് വരുന്നത് എന്ന് മനസ്സിലാക്കണം. വിശപ്പ് നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുന്നത് ബ്ലഡ് ഷുഗർ ലെവൽ ലോ ആവുമ്പോഴാണ് നമ്മുടെ ഗെർലിൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഹോർമോൺ ബ്രെയിനിൽ പോയിട്ട് മെസ്സേജ് കൊടുക്കുന്നത്, ദേ എനിക്ക് വിശപ്പ് തുടങ്ങി, എനിക്ക് എന്തെങ്കിലും വേണമെന്നത്. എന്നിട്ടാണ് നമ്മൾ ഭക്ഷണം പോയിട്ട് കഴിക്കുന്നത്. ആപ്പിൾ സൈഡർ കുടിക്കുന്ന ആൾക്കാർ പറയുന്നത് അവരുടെ ബ്ലഡ് ഷുഗർ ലെവൽ സ്റ്റേബിൾ ആയിട്ടാണ് ഇരിക്കുന്നത് ഒരു 2 to 4 hours വരെ. ഇൻസുലിൻ പ്രവർത്തനം നല്ല രീതിയിൽ നടക്കുന്നത് കൊണ്ടാണ് ഈ ബ്ലഡ് ഷുഗർ ലെവൽ സ്റ്റേബിൾ ആയിട്ട് ഇരിക്കുന്നത്. വെയിറ്റ് ലൂസ് ഒരു ലോജിക്കൽ റിസൾട്ട് ആണ് ഈ ആപ്പിൾ സൈഡർ വിനീഗറിന്റെ ഗുണം കാരണം ഉണ്ടാവുന്നത്. രണ്ടാമത്തേത്, ഡയബറ്റീസ് ഉള്ള ആൾക്കാർ മിക്കവാറും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ബ്ലഡ് ഷുഗർ ലെവൽ എങ്ങനെ സ്റ്റേബിൾ ആക്കണം. ഇത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ആപ്പിൾ സൈഡർ വിനീഗർ കുടിക്കുമ്പോൾ ഇൻസുലിൻ്റെ പ്രവർത്തനം നല്ല രീതിയിലായിട്ട് നടക്കുന്നത് കൊണ്ട് നമ്മുടെ ബ്ലഡ് ഷുഗർ ലെവൽ സ്റ്റേബിൾ ആയിട്ടാണ് ഇരിക്കുന്നത്. നിങ്ങളൊരു കാർബോഹൈഡ്രേറ്റ് റിച്ച് ഫുഡാണ് ഒരു സമയം ഒരു നേരത്തേക്ക് കഴിക്കുന്നതെന്ന് വിചാരിക്കുക. ബ്ലഡ് ഷുഗർ ലെവൽ പെട്ടെന്ന് തന്നെ സ്പൈക്ക് ആവും. ആ സ്പൈക്ക് നിരോധിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ആപ്പിൾ സൈഡർ വിനീഗർ. അതുകൊണ്ട് പല ആൾക്കാരും പല സയൻറ്റിസ്റ്റ് പറയുന്നത് ടൈപ്പ് 2 ഡയബറ്റീസിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നതാണ്. മൂന്നാമത്തെ ഒരു കാര്യം സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയറിന്. അസിഡിക് ആയിട്ടുള്ളൊരു വസ്തുവാണ് ഈ ആപ്പിൾ സൈഡർ വിനീഗർ. ഈ ആസിഡിറ്റി കാരണമാണ് ഒരു ബാക്ടീരിയ പോലും ആ ഒരു ആസിഡിക് മീഡിയത്തിൽ ആപ്പിൾ സൈഡർ വിനീഗർ വളരാൻ അനുവദിക്കില്ല. അതുകൊണ്ടാണ് ഇത് നമ്മൾ പ്രിസർവേറ്റീവ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇത് ഒരു ഡൈല്യൂട്ടഡ് ഫോർമാറ്റിൽ വെള്ളം ചേർത്തിട്ട് നമ്മൾ സ്കിന്നിലോ തലയിലോ ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ബാക്ടീരിയ വളരാനുള്ളൊരു സ്കോപ്പ് ഇല്ല. അതുകൊണ്ട് ആക്നി ഉള്ള ആൾക്കാർ അല്ലെങ്കിൽ ഡാൻഡ്രഫ് ഉള്ള ആൾക്കാർക്ക് ഇത് നല്ലൊരു സൊല്യൂഷനാണ് ഡൈല്യൂട്ടഡ് ആപ്പിൾ സൈഡർ വിനീഗർ. അധികമായാൽ അമൃത് വിഷവുമാകും. അതുകൊണ്ട് ഇതിന്റെ സൈഡ് ഇഫക്ട്സ് എന്തൊക്കെയാണ്? നമ്മുടെ ബോഡിയിൽ ഏറ്റവും സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പല്ലിന്റെ ഇനാമൽ. ആ ഇനാമൽ തേഞ്ഞു പോകാനുള്ള ചാൻസസ് ഉണ്ട് എന്നും റെഗുലർ ആയിട്ട് നമ്മൾ ആപ്പിൾ സൈഡർ വിനീഗർ കുടിക്കുന്നുണ്ടെങ്കിൽ. ഈവൻ അത് ഡൈല്യൂട്ടഡ് ഫോർമിലാണ് കുടിക്കുന്നുണ്ടെങ്കിൽ ഒരു സ്ട്രോ വെച്ചിട്ട് പല്ലിൽ തട്ടാതെ നാവ് കൂടെ സക്ക് ചെയ്തിട്ടാണ് ആപ്പിൾ സൈഡർ വിനീഗർ കുടിക്കേണ്ടത്. നിങ്ങൾക്ക് അസിഡിറ്റി, അൾസർ പോലത്തെ ഉള്ള കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ ആപ്പിൾ സൈഡർ വിനീഗർ കുടിക്കാൻ പാടില്ല. അത് നിങ്ങളുടെ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന കണ്ടീഷനെ അഗ്രവേറ്റ് ചെയ്യും. സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നാണ് നിങ്ങളുടെ ബോഡിക്ക് ഉള്ളത് എന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ റിയാക്ട് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. എങ്ങനെയാണ് ഒരു നല്ല ആപ്പിൾ സൈഡർ വിനീഗർ നോക്കിയെടുക്കേണ്ടത്? ആപ്പിൾ സൈഡർ വിനീഗറിന്റെ ശരിക്കുള്ള നിറം എന്ന് പറയുന്നത് ഗോൾഡൻ കളറാണ്. പിന്നെ മണ്ണ് കലർന്ന വെള്ളം ഉണ്ടാവില്ലേ, അതുപോലെയാണ് ആപ്പിൾ സൈഡർ വിനീഗർ ശരിക്കും കാണാൻ ഉണ്ടാവുന്നത്. അതാണ് ശരിക്കും റോ അൺഫിൽറ്റേർഡ് ആപ്പിൾ സൈഡർ വിനീഗർ. നമ്മൾ ആപ്പിൾ സൈഡർ വിനീഗർ വാങ്ങിക്കാൻ പോകുമ്പോൾ ആ ഒരു ബോട്ടലിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ 2 വാക്കുകൾ, റോ അൺഫിൽറ്റേർഡ്. ഈ അൺഫിൽറ്റേർഡ് എന്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആപ്പിൾ സൈഡർ വിനീഗറിൽ ശരിക്കും പറയുമ്പോൾ 94% വെള്ളം മാത്രമേ ഉള്ളൂ.
6% ആണ് ബാക്ടീരിയ. ആ ബാക്ടീരിയ ആണ് ശരിക്കും പറഞ്ഞ ഈ ഗുണങ്ങളെല്ലാം ചെയ്യുന്നത്. ആ ബാക്ടീരിയ ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നെ ആപ്പിൾ സൈഡർ വിനീഗറിന് ആകെ ഉള്ളത് പ്രിസർവ് ചെയ്യാനുള്ള കപ്പാസിറ്റി മാത്രമേ ഉള്ളൂ. മദർ ബാക്ടീരിയ ആപ്പിൾ സൈഡർ വിനീഗറിൽ ഫിൽട്ടർ ചെയ്യാതെ തന്നെ ആവശ്യമാണ് ഈ എല്ലാം ഗുണങ്ങൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട്. ബ്രാഗ്സ് എന്ന് പറയുന്ന ബ്രാൻഡാണ് കോമൺലി ആപ്പിൾ സൈഡർ വിനീഗറിൽ അവൈലബിൾ ആയിട്ടുള്ളത്. പക്ഷെ ഇപ്പോൾ കുറേ നല്ല പുതിയ ബ്രാൻഡ്സ് വരുന്നുണ്ട്. ഇമ്പോർട്ട് ഡ്യൂട്ടി കൊടുക്കാതെ തന്നെ ഇന്ത്യൻ ബ്രാൻഡ്സ് അവൈലബിൾ ആണ്. അത് നോക്കി മേടിക്കുക. ആപ്പിൾ സൈഡർ വിനീഗർ കുടിച്ച ഒരാൾ എഗ്രി ചെയ്യും, അതിന്റെ ടേസ്റ്റ് അത്രയ്ക്കും നല്ലതല്ല. അതുകൊണ്ട് ഞാനൊരു 3 റെസിപ്പി നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യുന്നുണ്ട്. ആദ്യത്തെ റെസിപ്പി ഒരു സാലഡ് ഡ്രസ്സിംഗ് ആണ്. ഇവിടെ ഞാൻ എടുക്കുന്നത് 2 ടേബിൾ സ്പൂൺ എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിൽ ആണ്. ഇതിന് എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിൽ ആണ് ഏറ്റവും ടേസ്റ്റി. നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾസ് കഴിക്കുമ്പോൾ എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിലിൻ്റെ ടേസ്റ്റ് വളരെ നല്ലതാണ്. ആപ്പിൾ സൈഡർ വിനീഗറിൻ്റെ ബോട്ടിൽ കുലുക്കിയിട്ട് വേണം യൂസ് ചെയ്യാൻ, കാരണം നമുക്കതിൽ മദർ ബാക്ടീരിയ ആവശ്യമാണ്. ഇതും ഞാൻ 2 ടേബിൾ സ്പൂൺ ആണ് എടുക്കുന്നത്. നല്ല എരിവ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഫ്രഷ് പെപ്പർകോൺസ് യൂസ് ചെയ്യാം. ഞാനിവിടെ ഗ്രൗണ്ട് ചെയ്ത പെപ്പറാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. ഫ്രഷ് പെപ്പേഴ്സ് നമ്മുടെ ബോഡിക്ക് നല്ല ഹീറ്റ് കൊടുക്കും, നമുക്ക് നല്ല മെറ്റബോളിസം റേറ്റ് ഇൻക്രീസ് ചെയ്യും ഫ്രഷ് പെപ്പർ നമ്മൾ കഴിക്കുമ്പോൾ. നിങ്ങൾക്ക് ഗാർലിക് ഇഷ്ടമാണെങ്കിൽ ഗാർലിക് ആഡ് ചെയ്യാം. ഞാനിവിടെ ക്രഷ് ചെയ്തിട്ടുള്ള ഗാർലിക്കാണ് ആഡ് ചെയ്യാൻ പോകുന്നത്. ആവശ്യത്തിന് ഉപ്പിടാം. ഇതിന് മിക്സ് ചെയ്യാൻ ഒരു വിസ്കർ യൂസ് ചെയ്യാം ഇങ്ങനത്തെ. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് മിൽക്ക് ഫ്രോത്തർ ആണ്. കുറച്ചും കൂടി നന്നായിട്ട് ക്രീമി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ മിൽക്ക് ഫ്രോത്തർ യൂസ് ചെയ്യുന്നത്. ആപ്പിൾ സൈഡർ വിനീഗറും ഓയിലും മിക്സ് ആകുമ്പോൾ നല്ല ഫ്ലഫി ടെക്സ്ചർ ആയിട്ടുള്ളൊരു സാലഡ് ഡ്രസ്സിംഗ് ആണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. ഇത് നമുക്കൊരു ഗ്ലാസ് ജാറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഇത് ഞാൻ 2-3 തവണ യൂസ് ചെയ്യാൻ പറ്റും. അത്രത്തോളം ക്വാണ്ടിറ്റി മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. നിങ്ങൾക്ക് ലാർജ് ബാച്ചിലൊക്കെ ആണെങ്കിൽ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെക്കാം. ഞാൻ ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് ഞാൻ ചെറിയ ബാച്ചിലാണ് ഞാൻ ആപ്പിൾ സൈഡർ വിനീഗറിൻ്റെ സാലഡ് ഡ്രസ്സിംഗ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ സ്റ്റീംഡ് ബ്രൊക്കോലി, ക്യാരറ്റ്സ് അങ്ങനത്തെ ഒക്കെ സാലഡ്സ് ആണ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഈ ഡ്രസ്സിംഗ് നല്ല ടേസ്റ്റിയാണ്. ഈ റെസിപ്പി ബിസി ആയിട്ടുള്ള ആൾക്കാർക്ക് നല്ലതാണ്. ഐസ് ക്യൂബ് ആപ്പിൾ സൈഡർ വിനീഗർ. ഇതിൽ ഞാൻ മെയിൻലി യൂസ് ചെയ്യുന്നത് ഒരു ലെമൺ ജ്യൂസ് കട്ട് ചെയ്തിട്ട് സ്ക്വീസ് ചെയ്തെടുത്തത്. അടുത്തത് ഞാൻ എടുക്കുന്നത് ഇഞ്ചി കഷ്ണമാണ്. ഒരു ചെറിയ ഇഞ്ചി കഷ്ണം മതി. ജ്യൂസ് അല്ല ഞാൻ എടുക്കുന്നത്. ഇതിനെ ഞാൻ ചെറിയ കുനുകുനാന്ന് കഷ്ണങ്ങളാക്കിയിട്ടാണ് ഞാൻ എടുക്കുന്നത്. കാരണം ഇത് രാവിലൊക്കെ കഴിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു ചെറിയ കടി മതി. നല്ല റിഫ്രഷിംഗ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യാറ് മോർണിംഗ് ഡ്രിങ്ക് ആയിട്ടൊക്കെ യൂസ് ചെയ്യുമ്പോൾ. ഇഞ്ചി നമുക്ക് എല്ലാവർക്കും അറിയാം പ്രതിരോധ ശക്തി കൂട്ടാൻ നല്ലതാണ്. ഞാനിവിടെ ഇന്ത്യൻ ഇഞ്ചി അല്ല എടുത്തിരിക്കുന്നത്, ചൈനീസ് ഇഞ്ചിയാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് കുറേ എടുത്താലേ അത്രയ്ക്കും ഇഞ്ചിയുടെ ഒരു രസം കിട്ടുള്ളൂ. ഞാനിവിടെ കുറച്ച് ഹണി എടുക്കുന്നുണ്ട്. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ആപ്പിൾ സൈഡർ വിനീഗർ എടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനത്തെ ഒരു ഐസ് ട്രേയിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ആപ്പിൾ സൈഡർ വിനീഗർ ലെമണേഡ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഞാൻ 1 ഗ്ലാസ് ലെമണേഡ് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ 4-5 ക്യൂബ്സ് എടുക്കുന്നുണ്ട് ഒരാൾക്ക്. ഇതൊരു പ്രോബയോട്ടിക് പിക്കലാണ്. ഇവിടെ ഞാൻ 2 വെജിറ്റബിളാണ് എടുത്തിരിക്കുന്നത്, കുക്കുംബറും ഒനിയൻസും. ഇതിൻ്റെ പിക്കൽ നിങ്ങൾ മെഡിറ്ററേനിയൻ ഫുഡൊക്കെ കഴിക്കാൻ പോകുമ്പോൾ അത്യാവശ്യം ഹുമ്മൂസിൻ്റെ കൂടെ ഒക്കെ കുക്കുംബർ പിക്കൽ അല്ലെങ്കിൽ അനിയൻ പിക്കലൊക്കെ കിട്ടാറുണ്ട്. ഇതിൽ മെയിൻലി കുക്കുംബറും അനിയൻസിനും ഭയങ്കര ഫൈനായിട്ട് ഏത് സൈസ് വേണം ആ സൈസിൽ ചോപ്പ് ചെയ്തെടുക്കാം. ഇതൊരു ഇൻസ്റ്റൻറ്റ് പിക്കിളാണ്, അതുകൊണ്ട് തന്നെ ഇത് കുറേ നാളത്തേക്കൊന്നും ഇരിക്കില്ല. ഞാനിത് റെഫ്രിജറേറ്റർ ഒന്നും ചെയ്തിട്ടല്ല വെക്കുന്നത്. ഞാനിത് ഉണ്ടാക്കിയിട്ട് വിതിൻ 1 വീക്കൊക്കെ കൺസ്യൂം ചെയ്യും. 1.25 കപ്പ് ഞാൻ ഇതിൽ ആപ്പിൾ സൈഡർ വിനീഗർ ഇട്ടിട്ടുണ്ട്. 3.25 കപ്പ് ഞാൻ വെള്ളം ഒഴിക്കുന്നുണ്ട്.
എന്നിട്ട് നമ്മൾ ഫൈൻലി ചോപ്പ് ചെയ്ത അനിയൻസും കുക്കുംബറും ഇതിൽ ഡിപ്പ് ചെയ്തിടാണ്. ഇതിന് ഒന്നും പുറമേ നിൽക്കാൻ പാടില്ല. അങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഡിസ്റ്റിൽഡ് വാട്ടർ ആഡ് ചെയ്യുക. ഡിസ്റ്റിൽഡ് വാട്ടർ നമ്മൾ തിളച്ച വെള്ളം തണുത്ത് കഴിയുമ്പോൾ ഒഴിക്കുക. ആ ഒരു വെള്ളം മതി. അല്ലെങ്കിൽ ഫിൽറ്റർ ഒക്കെ ഉണ്ടെങ്കിൽ ഫിൽറ്റർ വാട്ടർ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇതിൽ ഞാനൊരു കുറച്ച് ഗാർലിക് യൂസ് ചെയ്യുന്നുണ്ട്. എനിക്ക് ഗാർലിക് ഇഷ്ടമായതുകൊണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം. ഇതിനെ പിന്നെ ടൈറ്റായിട്ട് കൗണ്ടർ ടോപ്പിൽ ഒരു 2-3 മണിക്കൂർ വെക്കുക. എന്നിട്ട് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും കഴിക്കാം. നല്ല ടേസ്റ്റിയാണ്. ക്രിസ്പി ആയിട്ടുള്ള കുക്കുംബർ ആൻഡ് അനിയൻസ് ആണ്. ഞാനിത് സാൻഡ്വിച്ച് ഒക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഇടയിലൊന്ന് ഇട്ട് കൊടുക്കും. നല്ല രസമാണ്. ആപ്പിൾ സൈഡർ വിനീഗറിൻ്റെ ആ പുളിയും കുക്കുംബറിൻ്റെ ആ ക്രിസ്പി ടേസ്റ്റും ഒക്കെ. നിങ്ങൾ എങ്ങനെയാണ് ആപ്പിൾ സൈഡർ വിനീഗർ കുടിക്കുന്നത് ഒന്ന് കമൻസിൽ ഷെയർ ചെയ്യുക. ഇത് ഹെൽപ്ഫുൾ ആവും. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ടേക്ക് ഗുഡ് കെയർ ഓഫ് യുവർ സെൽഫ്.